പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ഒരു ആദിവാസി സുഹൃത്തിനെ ഒരു കൂട്ടം ആളുകൾ കുറച്ച് വിശക്കുന്നത് കാരണത്താൽ കുറച്ച് അരിയും ബ്ലഡും മോഷ്ടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് കേരളം ഏറെ വേദനിച്ചിട്ടുണ്ട്. ഈ കാഴ്ച കണ്ടിട്ട് കേരളത്തിന് വലിയ അപമാനമായി തീർന്നിട്ടുണ്ട് ആ കാഴ്ച. എന്നാൽ വിശപ്പ് എന്ന ഒരു പ്രതിഭാസം, ഒരവസ്ഥ, അത് മനുഷ്യനെ അത് നീക്കം ചെയ്യാനുള്ള, വിശപ്പകറ്റാനുള്ള പല രീതിയിലേക്ക് അവനെ കൊണ്ടെത്തിക്കും. അതിൻ്റെ ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് മധുവിൽ നമ്മൾ കണ്ടത്. പക്ഷേ അതിനെ ആളുകൾ പ്രതികരിച്ചത് അദ്ദേഹത്തെ തല്ലിക്കൊന്നുകൊണ്ടായിരുന്നു. മറിച്ച് അദ്ദേഹത്തിൻ്റെ പട്ടിണി അകറ്റാനുള്ളൊരു ശ്രമമായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ കച്ചവടക്കാർ, കടയുടമസ്ഥൻ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ജീവൻ ഇവിടുന്ന് പൊലിയില്ലായിരുന്നു. ആ ഒരു അപമാനം നമുക്കുണ്ടാവുമായിരുന്നില്ല. ഈ ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ നമുക്ക് ഈ വിശപ്പിനെ അകറ്റിയ, അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ രാത്രി നന്നായി വിശന്നപ്പോൾ അർദ്ധരാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഒരു വഴിയിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച്, നിങ്ങൾ എന്തിനാണ് ഈ രാത്രി പുറത്തിറങ്ങിയതെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ്, തങ്ങളെ വിശന്നിട്ട് ഇറങ്ങിയതാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ കൂടി നടക്കുമ്പോൾ വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോടും ചോദിച്ചു എന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയതെന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവും വിശപ്പാണ് കാരണമെന്ന് പറയാണ്. ഇവരെല്ലാവരും കൂടി അൻസാരിയായ അബുൽ ഹൈതം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ് പോണത്. മൂപ്പര് നല്ല ഈത്തപ്പനയും അതേപോലെ ആടുകളൊക്കെ ഉള്ള ഒരു അത്യാവശ്യം ധനാഢ്യനായ ഒരു സഹാബിയാണ്. പക്ഷെ അദ്ദേഹം വീട്ടിലില്ല. വീട്ടിലുള്ളത് ഭാര്യയാണ്. അദ്ദേഹം വെള്ളം കൊണ്ടുവരാനോ അങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയതായിരുന്നു. പക്ഷേ ഭാര്യ നബി തങ്ങളെയും ഇവരെയും സ്വീകരിച്ചിരുത്തുകയും പിന്നീട് അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു വന്നതിന് ശേഷം നബി തങ്ങൾക്ക് ഈന്തപ്പനക്കുലയും നല്ല തണുത്ത വെള്ളവും പിന്നീട് ആട്ടിറച്ചിയൊക്കെ വെച്ച് സൽക്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വളരെയധികം ദുആ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് പരിശുദ്ധ ഇസ്ലാമിൽ ആരെങ്കിലും ഇത്തരത്തിൽ വിശപ്പ് അനുഭവിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വിശപ്പകറ്റുക എന്നുള്ളത് വളരെ വലിയ പുണ്യകർമ്മമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെയൊക്കെ വ്യത്യസ്ത ഭാവങ്ങളും രൂപങ്ങളൊക്കെ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മളെ ഖുലഫാഉ റാഷിദുകളുടെ ഭരണകാലത്തൊക്കെ അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 2025 നവംബർ 1 നമ്മൾ കേരളപ്പിറവി ആഘോഷിക്കുന്ന അന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് ഒരുപാട് ജനങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ട്. ഒരുപാട് അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ സാധിക്കാതെ ആകെ വിഷമത്തിലാകുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ട്. അത് നമുക്ക് നിഷേധിക്കാനൊന്നും സാധിക്കില്ല. എങ്കിൽ കൂടി ഇത്ര വലിയ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചത്, മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത് പ്രവാസം എന്ന ഒരു സംവിധാനത്തിലൂടെയാണ്. ഇവിടുത്തെ ജനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പുരാണ ചരിത്രങ്ങൾ, ആദ്യകാല ചരിത്രങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടുന്ന് ജനങ്ങൾ എത്രത്തോളം പട്ടിണി പാവങ്ങളായിരുന്നു, എത്രത്തോളം ദാരിദ്ര്യം അവർ അനുഭവിച്ചിരുന്നു, അവരുടെ ജീവിത നിലവാരം എത്രത്തോളം ആയിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാൽ അവർ ഇവിടെ നിന്ന് യാത്രയായി കുടുംബത്തെയും മറ്റൊക്കെ ഉപേക്ഷിച്ച് പ്രവാസ ലോകത്തേക്ക് പോയി കഷ്ടപ്പെട്ട് കിട്ടുന്ന തുക തങ്ങളുടെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടി അയച്ചു കൊടുക്കുന്ന, തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് കേരളം ഇത്തരത്തിൽ നമുക്ക് വികസിച്ചത്, പട്ടിണിയൊക്കെ മാറി ജീവിത നിലവാരം മെച്ചപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എനിക്ക് ഓർമ്മ വരുന്നത് സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്നുള്ള കഥയാണ്. അതിൽ കലന്തൻ ഹാജിയുടെ പേരക്കുട്ടിയുടെ കല്യാണം നടക്കുകയാണ്. അപ്പോൾ കലന്തൻ ഹാജി എന്ന് പറഞ്ഞാൽ പണ്ട് കേരളത്തിൽ നിന്ന് പ്രവാസ ലോകത്തിലേക്ക് പോയി നല്ല രീതിയിൽ സമ്പാദിക്കുകയും കോടികളുടെ ആസ്തി ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ഒരു പ്രമാണിയാണ്, നാട്ടുപ്രമാണിയാണ്. അദ്ദേഹത്തിൻ്റെ
പേരമകളുടെ കല്യാണം എന്ന് പറയുമ്പോൾ അത് ഗംഭീരമായി തന്നെ നടത്തേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കല്യാണം ബാംഗ്ലൂരിൽ വെച്ച് നടന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർക്കൊരു സദ്യ ഒരുക്കുക എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ പത്രാസിനോട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു സദ്യ ഒരുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം മക്കൾ സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ നമ്മൾ ഒരുപാട് ധൂർത്തുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കഥയിൽ സന്തോഷ് ചേച്ചിക്കാനം തുറന്നു വെക്കുന്ന ഒരു കാര്യം കൂടി അതാണ്. അതായത് ഈ നമ്മുടെ കല്യാണങ്ങളിലുള്ള ആർഭാടങ്ങളും അതേപോലെ ഭക്ഷണം, അനാവശ്യമായി ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതൊക്കെ. ഈ ബാക്കി വരുന്ന ഭക്ഷണം കുഴിച്ചിടാൻ വേണ്ടി ഗോപാൽ യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹം ബീഹാറിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിനൊരു ഭാര്യയും മകളുണ്ട്. കൽക്കരി ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയായിരുന്നു അദ്ദേഹം അവിടെ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് അവിടെ ഒരു ദിവസം ജോലി എടുത്താൽ 10 രൂപയാണ് കിട്ടുക. അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് കുറച്ചുകൂടി സമ്പാദിക്കാനും തൻ്റെ കുടുംബത്തെ നല്ല നിലയ്ക്ക് പോറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുഴിയൊക്കെ എടുത്ത് അവസാനം ഈ ബസ്മതി അരി കൊണ്ടുള്ള നല്ല ബിരിയാണി ഇതിൽ കൊണ്ട് നിറക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഈ അവസാനം ഈ കുഴിയൊന്ന് മൂടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചവിട്ടി നിരപ്പാക്കാൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ചവിട്ടിൽ തന്നെ അദ്ദേഹം ബോധക്ഷനായി വീഴുകയാണ്. അപ്പോൾ അദ്ദേഹം ഉണർന്നതിന് ശേഷം കലന്തനാജിയുടെ പേരമകൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഗോപാൽ യാദവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ വീട്ടിൽ ആരൊക്കെയാണുള്ളത്, ഇപ്പോൾ ഭാര്യയും ഒരു മകളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മകളുടെ പേര് ബസ്മതി എന്നായിരുന്നു. അപ്പോൾ മകളിപ്പോൾ എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ മകൾ മരിച്ചു. അപ്പോൾ മരിച്ച എന്ന് അത് ഈ പേരക്കുട്ടി ചോദിക്കുകയാണ്. എങ്ങനെ മരിച്ചെന്ന് ചോദിക്കുമ്പോൾ ഗോപാൽ യാദവ് മറുപടി പറഞ്ഞത് വിശന്നിട്ട് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ശരിക്ക് ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. നമ്മൾ പ്രവാസത്തിലേക്ക് പോകുന്നത് പോലെ അതിനേക്കാൾ ഖേദകരമായ അവസ്ഥയിൽ നിന്നാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ശരിക്ക് നമ്മൾ അവരെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് ഗോപാൽ യാദവ്മാർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ കേരളം വികസിക്കുകയും ജീവിത നിലവാരം മെച്ചപ്പെടുകയും ജോലി സാധ്യത വർദ്ധിക്കുകയും ചെയ്തപ്പോൾ അവിടെ ജോലി അന്വേഷിച്ച് നിരവധി ആളുകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നോർത്ത് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കടന്നു വരുന്നുണ്ട്. അവരുടെ ഒരു ലക്ഷ്യം തങ്ങളുടെ ഒരു നേരത്തെ കുടുംബത്തിൻ്റെ ഒരു നേരത്തെ പട്ടിണി അകറ്റുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ലക്ഷ്യം. എന്നാൽ അതുപോലെ വന്നൊരു വ്യക്തിയാണ് നാരായണൻ ബാഗേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഗോപാൽ യാദവിനെ പോലെ തന്നെ. പക്ഷേ അദ്ദേഹം ഇവിടേക്ക് വന്ന് ജോലി അന്വേഷിച്ചപ്പോൾ പാലക്കാട് ജില്ലയിലെ വാളയാറിൽ തന്നെയാണ് സംഭവം. ജോലി അന്വേഷിച്ച് നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയും ബംഗ്ലാദേശി എന്ന് ആരോപിച്ചുകൊണ്ട്, ഛത്തീസ്ഗഡ് സ്വദേശിയാണെന്ന് ആലോചിക്കണം, അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഓരോ ഇഞ്ചും വിടാതെ അത്രയ്ക്ക് ക്രൂരമായ അക്രമമാണ് അദ്ദേഹത്തിൻ്റെ മേൽ അഴിച്ചുവിട്ടത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു മജ്ജയും മാംസമുള്ള ഒരു മനുഷ്യനാണ് ഇത്ര ക്രൂരമായിട്ട് ഒരു കൂട്ടം ആളുകൾ കൊലപ്പെടുത്തുന്നത്. അവിടെ ഒരു മനുഷ്യത്വം എന്നുള്ള ഒരു വികാരം അവരിലുണ്ടെങ്കിൽ, മനുഷ്യനാണെന്ന രീതിയിൽ നോക്കിക്കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർക്കിതിന് സാധിക്കുമായിരുന്നില്ല. അത്രയ്ക്ക് ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി, ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി വന്നിട്ട് പട്ടിണി അകറ്റാൻ വേണ്ടി പോയ പിതാവ് അല്പം സമ്മാനങ്ങളുമായി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് ചേതനയേറ്റ് ശരീരം കൊണ്ടുചെല്ലുമുണ്ടാകുന്ന ആ ഒരു കുടുംബത്തിൻ്റെ വേദന, ആ കുട്ടികളുടെ വിഷമോ, അതൊക്കെ എങ്ങനെ നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് ആ ഒരു ഘട്ടമുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് വികസിച്ചു. കേരളമൊക്കെ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 20 വർഷം മുമ്പുള്ള കേരളവും ഇപ്പോഴുള്ള കേരളം എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ വികസനത്തിൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് ജോലി സാധ്യതകളൊക്കെ ഇവിടെ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വികസനങ്ങളൊക്കെ നമ്മൾ ഉപകാരപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ
എനിക്ക് തോന്നുന്നത് നമ്മളെ ആശ്രയിച്ച് കേരളത്തിലേക്ക് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടെന്നാണ്. അവരെ നമ്മളെല്ലാവരും മനുഷ്യരാണ്, എന്നൊരർത്ഥത്തിൽ അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട തൊഴിലവസരങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി നിർമ്മിക്കുകയും അവരുടെ കുടുംബം പുലരാൻ വേണ്ടി നമ്മൾ കൂടി പ്രയത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു മനോഹരമായ അവർക്കൊരു ജീവിത സാക്ഷാത്കാരമായിട്ട് മാറുമെന്ന് തോന്നും. ഇത്തരം മാനുഷിക മൂല്യങ്ങളെ ഉയർത്തി നിർത്തുന്ന യാത്രകളും അതുപോലെ സമ്മേളനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്കുള്ള ചുവടുവെപ്പായി മാറേണ്ടതുണ്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്.